ഹേ ഗൈസ്, നമ്മൾ പാർട്ട് 2 ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, പാർട്ട് 1 കാണാത്ത എല്ലാവരും പാർട്ട് 1 പോയി കാണണേ. അപ്പോൾ ഗൈസ്, നമ്മൾ ലാസ്റ്റ് നിർത്തിയിരുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ലിഫ്റ്റിനെ നന്നാക്കാനാണ്. സോ നമ്മളെ ബേബി അടുത്ത കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഹൊറർ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യണോണ്ട് ഹൊററൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവൻ ചോദിച്ചൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. മുകളിൽ ലിഫ്റ്റ് നന്നാക്കിയാണ് ഗൈസ്. ഓക്കെ, മുകളിൽ ലിഫ്റ്റ് കാര്യങ്ങൾ നന്നാക്കിയാണ്. അങ്ങനെ ലിഫ്റ്റ് നന്നാക്കിയിട്ട് അതിൻ്റെ അകത്തൂടെ കയറി പോകണം ഗൈസ്. അതുകൊണ്ട് ഇവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും എടുത്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ പറയുന്ന എല്ലാ കാര്യങ്ങളും എടുത്ത് കൊടുത്തിട്ട് വേണം നമുക്ക് എന്താ പറയുക ലിഫ്റ്റ് കയറി പോകാൻ. അപ്പോൾ അടുത്തവൻ പറഞ്ഞ ഓയിൽ ക്യാനാണ് ഗൈസ്. ഓയിൽ ക്യാനാണ് വേണ്ടത് പറഞ്ഞത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്ത എല്ലാവരും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ചാനലിലേക്ക് ഒന്ന് സപ്പോർട്ട് തരണേ ഗൈസ്. ഓക്കെ, ഇതേപോലത്തെ ഗെയിമിംഗ് വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ, ഒന്ന് പറഞ്ഞാൽ മതി ഗെയിമിംഗ് വീഡിയോസ് വേണമെങ്കിൽ. അപ്പോൾ നമ്മളവന് ഓരോ കാര്യങ്ങൾ എടുത്ത് കൊടുക്കുകയാണ്. അവൻ ചുറ്റിക വെച്ചു. സ്പാനറാണെന്ന് തോന്നുന്നു. ആദ്യം സ്പാനറാണ് ചോദിച്ചതെന്ന് തോന്നുന്നു. പിന്നെ എന്താ പറയുക, ഓയിൽ ക്യാന്. ഇത്രയും കാര്യങ്ങൾ 3 കാര്യങ്ങളാണ് അവൻ ചോദിച്ചിട്ടുള്ളത്. ലിഫ്റ്റ് നമ്മുടെ മിട്ടു ചേർക്കാൻ നന്നാക്കി തരും. നമ്മളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം നാളെ സ്കൂൾ തുറക്കും. കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് 3-ാം തീയതി ആയിരിക്കും കേട്ടോ. ഞാനിത് എടുക്കുന്നത് 2-ാം തീയതിയാണ്. നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും, അല്ലെങ്കിൽ നാളെ ആയിരിക്കും ഇത് അപ്ലോഡ് ചെയ്യണത് 3-ാം തീയതി. സോ നമ്മൾ ലിഫ്റ്റ് ഇതാ എത്തിയിട്ടുണ്ട്. നമ്മളെ ബേബി കുട്ടനടുത്തോട്ട് വരണ പോലെ എനിക്ക് തോന്നി. നമ്മൾ നേരെ ലിഫ്റ്റിക്കകത്ത് കയറി സ്വിച്ച് കാത്തോട്ടാ. അപ്പോഴാണ് ഗായ്സ് ഇടിവട്ടും മിന്നലൊരു പവർ അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴത്തേക്ക് ലിഫ്റ്റ് താഴെപ്പോയി. നമ്മുടെ ബേബി കുട്ടനെ കണ്ട് കാണും, ഇഴഞ്ഞ് വരണം ഗൈസ്. അപ്പോൾ അടുത്ത പാർട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോണത്. സോ ഇൻ എ സീക്രട്ട് ഗാർഡൻ എവേ ഫോർ ബാക്കി ഞാൻ വായിച്ചില്ല. ഓക്കെ, അപ്പം അടുത്തൊരു പാർട്ട്. ഓക്കെ, നമ്മുടെ ബ്ലാക്ക് കേലിലെ നമ്മൾ 2-ാമത്തെ പാർട്ടാണ്. സോ ആദ്യം തന്നെ ചെറുക്കൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, കണിയുണ്ട്. സോ ആദ്യം തന്നെ കയറിയപ്പോൾ കണിയുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ വാതിൽ തുറക്കും, വെളി ഇറങ്ങുമ്പോൾ അണ്ടായി. സോ അതെന്തോ ആണ്, നമുക്കത് ചെയ്യണം. നമ്മളെല്ലാ റൂമും ഒന്ന് സെർച്ച് ചെയ്യണം. ആദ്യം എക്സ്പ്ലോർ എന്നാണ് കണ്ട ആദ്യം കൊടുത്തിട്ടുള്ളത്. അറ്റത്തുണ്ട് എക്സ്പ്ലോർ എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് നമ്മളെല്ലാം എക്സ്പ്ലോർ ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മളെ നേരെ നമ്മുടെ മിട്ടു ചെറുക്കനെ എടുത്തോ അവനെ കൊടുക്കാനുള്ള സ്ഥലത്ത് കൊടുത്തു. അപ്പോഴത്തേക്ക് അവൻ കാര്യങ്ങൾ ഡോറൊക്കെ തുറന്നു. അവൻ നോക്കണേട്ടാ, അവൻ്റെ മുഖം നോക്കുക ഗൈസ്, എന്ത് പാവല്ലേ കാണാൻ. ഓക്കെ ഗൈസ്, ചെറുക്കൻ സീനാണ് പക്ഷേ. ഓക്കെ, അങ്ങനെ നമ്മൾ ഡോറ് തുറന്നു, സെറ്റായി ഗൈസ്. ഒരു കെമിക്കൽ എന്ന് വെച്ചാൽ ഒരു സയൻറ്റിസ്റ്റിൻ്റെ എന്തോ ഒരു ഏരിയ ആണിത്. പിന്നെ ബോർഡിലെന്തോ ഒരു പൂവ്, അതിൽ നിന്ന് റെഡ് അതുണ്ട്. നമ്മൾ ബ്ലൂ പൂവ് കണ്ടുപിടിച്ചിട്ട് ഒരു പിങ്ക് കളറ് ഒരു ഇതുണ്ടാക്കിയിട്ട് നമ്മൾ ആ ചെറുക്കന് കൊടുക്കണം. അപ്പം ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ നീല കളറ്. ഇത് ഞാനിങ്ങനെ തൊട്ടപ്പോൾ തന്നെ കടിക്കാനായിട്ട്. പിന്നെ നമ്മൾ ചെറുക്കനെ വിളിച്ചിട്ടുണ്ട്, ചെറുക്കൻ എല്ലാം ചെയ്യും. സോ നമ്മൾ നേരെ അവനോട്ട് വിളിച്ച് സെറ്റാക്കി. ആ പൂ നൈസായിട്ട് ഇങ്ങനെ എടുത്ത് ഞാനിങ്ങനെ എടുക്കുക എന്നും പറഞ്ഞ് അങ്ങ് എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഒന്നും കൂടെ പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളിതാ എല്ലാം ഇങ്ങനെ ഓണാക്കണം ഗൈസ്. നമ്മൾ സയൻറ്റിസ്റ്റാണ്, ഇപ്പോൾ നമ്മൾ ചെറിയൊരു സയൻറ്റിസ്റ്റ് ആയിട്ടുണ്ട്. സോ എന്തായാലും ഒന്ന് ലൈക്ക് അടിക്കുക. ഓക്കെ ഗൈസ്, അങ്ങനെ അതെല്ലാം സീനായി ഗൈസ്. ഓക്കെ, ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ ഇത് പിടിച്ച് കറക്കാതെ കുറേ നേരം എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ലിവറെന്ന് അത് പിടിച്ച് ജസ്റ്റ് ഒന്ന് കറക്കി നമ്മളെ മെഡിസിൻ ഇങ്ങനെ എടുത്ത് ഗൈസ്. പിന്നെ അറ്റത്ത് തന്നെ മറ്റേ പാൽക്കുപ്പി ഉണ്ടായിരുന്നു ഗൈസ് അവന് കൊടുക്കാനായിട്ട്. അതും നൈസായിട്ട് ഇങ്ങനെ എടുത്ത് അത് എടുത്ത് പോകണ്ടല്ല ഗൈസ്. അവൻ അവിടെ നിന്ന് പൊട്ടി മുളച്ച് വന്ന് ഗൈസ്. സീനായിരുന്നു. ഞാൻ പെട്ടെന്ന് കാണുമ്പോൾ പേടിച്ചു ഗൈസ്. കണ്ട അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഗെയിമിലുള്ള ചെറുക്കൻ കുനിഞ്ഞിരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ വാക്കകത്തായനെ അവൻ. ഓക്കെ, അങ്ങനെ നമ്മളിതാ എണീറ്റപ്പോൾ ടേബിളിലിരിക്കണമൊക്കെ അവൻ്റെ കണ്ണ് അവൻ്റെ ചിരിയുന്നൊക്കെ കണ്ടാൽ തന്നെ ഒരു കള്ള ലക്ഷണം. കണ്ട നീ അവനെ എടുത്ത് എറിയാൻ. പിന്നെയാണ് അതെന്താണ് ഒരു ഇതാണ് ഗൈസ്, സാധനങ്ങളൊക്കെ വലിച്ചെടുക്കുന്ന ഇതാണ് ഗൈസ്. ആ കഴിവാണ് നമ്മളിപ്പോൾ അവന് കൊടുത്തത്. ഇപ്പം വെച്ചോണം ഇനി ഗെയിം തുടരാണെന്ന് തോന്നുന്നു. ഞാനിട്ട് കുലുക്കിയിട്ട് ഒരു എറി ഗൈസ് അവനെ. എനിക്കാണെങ്കിൽ അവന് ഇഷ്ടമില്ല അവൻ്റെ കണ്ണും അവൻ്റെ കുട വയറും.
ഇഷ്ടമല്ല സാധനമാണ് ഗൈസ്. നേരെ നമ്മളിതാ ഒരു പൂവിൻ്റെ ചിഹ്നം, എന്തോ ഒരു പിങ്ക് കളർ കീ കിട്ടി. അവിടെ നിന്ന് നമുക്കൊരിത് കിട്ടി, കറക്കണം. എൻ്റെ പേര് ഞാൻ മറന്നുപോയി, എന്താണ് അതിൻ്റെ പേര്? വീലാണ് ഗേസ്, വീല് ഹാൻഡിലാണ് ഗേസ്, വീലല്ല ഹാൻഡിലാണ്. സോ അവിടെ നമുക്കൊരു കീ ഉണ്ട്. എനിക്ക് തോന്നി ഞാൻ അങ്ങനെ ചെയ്ത് നമ്മൾ ഈ ചെറുക്കനെ എടുത്ത് നമ്മളിപ്പോൾ വച്ചില്ലേ വീലിൻ്റെ ഓട്ടേര അവിടെ കൊണ്ടിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ കൊടുത്തില്ലേ അതേപോലത്തെ അതൊന്നും കൂടെ കൊടുക്കണം. എന്നിട്ട് അവൻ ഈ ഓസി കൂടെ പോയി ആ ഓസി കൂടെ വരും എന്നാണ് എൻ്റെ വിചാരത്തിൽ ഞാൻ ചെയ്തതാണ്. പക്ഷേ സക്സസ്ഫുള്ളായി ഗൈസ്. ഓക്കെ, അപ്പോൾ അത് കൊടുക്കാനായിട്ട് നേരെ പോയി നമ്മളതെടുത്ത് കൊടുത്തിട്ട് ഉടനെ കൊടുക്കണം. അപ്പോഴാണ് ഗൈസ് നന്മയുള്ള ലോകം ചെടിക്ക് വെള്ളം ഒഴിക്കണേണ്ടത്. ഓക്കെ, അപ്പോൾ നേരെ അവന് കൊടുത്ത് നമ്മളെ ഹാൻഡിലങ്ങ് കറക്കി കൊടുത്തിട്ടുണ്ട്. അവൻ നേരെ അങ്ങോട്ടോട്ട് പോയിട്ട് തിരിച്ചങ്ങോട്ട് ഇറങ്ങി വന്നതും താക്കോല് വലിയണ്ണുണ്ടോ, സീനായിട്ട് താക്കോലും കൊണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ താക്കോൽ എടുത്തു. ഭായത്തിന് അത് അപ്പുറത്ത് വീണില്ല, ഇപ്പുറത്താണ് വീണത്. അപ്പോൾ നമ്മൾ അടുത്ത പുതിയൊരു ഡോറ് തുറന്നു, സെറ്റാക്കി. നമ്മൾ ഈ ചെറുക്കനെ ഇവിടെ വയ്ക്കണം. അവനാണെങ്കിൽ വെള്ളമൊഴുപ്പ് തന്നെ, എപ്പോഴും വെള്ളമൊഴുപ്പ്. അവനെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ട് വച്ചതും തിരിച്ചിറങ്ങി കഴിച്ചവൻ. പിന്നെ സ്വിച്ച് ഓണാക്കിയിട്ടാണ് വയ്ക്കാനുള്ളത്. പിന്നെ ഞാൻ അവനെ വച്ചു. അപ്പോഴാണ് ഞാൻ എന്താണ് ഈ സ്വിച്ച് ഓണാക്കിയിട്ടുള്ളത് നോക്കണത്. അപ്പോഴാണ് ഒരു ഏണിയില്ലേ കിടന്ന് കറങ്ങണം. അപ്പം നേരെ അവനെ ആ ഏണി നിൽക്കുമ്പോൾ എടുക്കണം. കറക്റ്റ് നമ്മൾ ആ പൂച്ച നോക്കിയാണ് പോയത്. നേരെ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് കോഡുണ്ടായത്. നമ്മൾ ബുക്കൊക്കെ എടുത്ത് നോക്കിയപ്പം ഒരു ചിഹ്നം കണ്ട് വീണ്ടും ആ മെഴുകുതിരിക്കുന്ന ബുക്ക് ഫൈൻഡ് എ വേ അപ്പ് കണ്ട അവിടെ കൊടുത്തി. അപ്പം എന്തെങ്കിലും ഒരു കോഡ് കാണും. എനിക്ക് മെഴുകുതിരി കളർ കണ്ടപ്പോഴേ ബുക്ക് അതിൻ്റെ വണ്ട ഉണ്ടായിരുന്നു. സോ 2 ക്ലൂവേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. മുകളിൽ മെഴുകുതിരി അവിടെ ഒന്നുമില്ല, അപ്പുറത്തും ഉണ്ട് ഒരു മെഴുകുതിരി, അവിടെ ഒന്നും ഞാൻ കണ്ടില്ല ഗൈസ്. ഓക്കെ, പിന്നെ നേരെ കയറിയിട്ട് ഈ 2 കോഡും അടിച്ചിട്ട് വേറെ അത് വച്ച് നോക്കിയപ്പം കിട്ടി കേട്ടോ എനിക്ക്. എങ്ങോട്ട് പോകാനൊക്കെ നോക്കി, പക്ഷെ പറ്റിയില്ല. സോ പോട്ടെ. അപ്പോൾ നമ്മൾ ആ 2 കോഡും ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് എന്താ പറയുക, നമ്മൾ അകത്ത് കടക്കാനുള്ളൊരു പ്ലാനാണ്. കുറേ നേരം കൊണ്ട് നോക്കിയത്. ഇതാണെങ്കിൽ മുകളിലാക്കുമ്പോൾ താഴെ മാറണം. എനിക്കാണെങ്കിൽ കലി കയറിയ. പിന്നെ എങ്ങനെയൊക്കെ ചെയ്ത് സാവധാനം ചെയ്ത് സെറ്റാക്കിയാണ്. കണ്ട മാറി. പിന്നെ അവിടെ നിന്ന് വീണ്ടും തിരിച്ചു വയ്ക്കും. അങ്ങനത്തെ പരിപാടിയായിരുന്നു. വീണ്ടും നമ്മൾ വച്ച് ഒന്ന് സെറ്റാകണം. ഒന്നും വച്ചിട്ടൊന്നും കറക്റ്റാണല്ലോ, എന്താണ് കാരണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ആ കോഡ് അറിയില്ല. ഞാൻ ചുമ്മാ എൻ്റെ ട്രിക്കൊക്കെ വയ്ക്കണേണ് ഗേസ്. എന്തായാലും ഡോർ ഓപ്പണായി. ഞാൻ വെച്ച് ഓപ്പൺ ആവില്ല എന്നാണ്. പിന്നെ ഇതാണ് നമ്മളെ കോഡ്. നമ്മളങ്ങനെ സന്തോഷിച്ചിട്ട് പോലും. ഓക്കെ, അകത്ത് കയറിയപ്പോൾ 3 മാസ്ക്. ഞാൻ വെച്ച് ഇവിടെ എന്തെങ്കിലും വയ്ക്കണമെന്ന്, പക്ഷെ ഒന്നും വയ്ക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. സോ ഒരു ഡോർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അവിടെ എന്തൊരു ഫോട്ടോ ഒക്കെ എടുക്കുന്ന എന്തൊരു സ്ഥലമാണ്. സോ ഏണി ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ ഗൈസ്, ആ കൊച്ചിറങ്ങൻ്റെ കളക്ഷൻ ഉണ്ട്. അതിനെ പിടിച്ച് തള്ളി ഏണി പൊട്ടിച്ചങ്ങിട്ട് എന്നിട്ട് ഫോട്ടോ എടുക്കാൻ വന്നിരിക്കുന്നു ഗൈസ്. ഓക്കെ, അപ്പം അവൻ വരും. അവൻ ഫോട്ടോ എടുക്കാൻ വന്നിരിക്കണം. അപ്പം ഈ അടുത്തൊരു 3ാമത്തെ പാർട്ടായിട്ടായിരിക്കും ഈ വീഡിയോ വരുന്നത്. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക. പാർട്ട് 3 ഉടനെ വരുന്നതായിരിക്കും. ഇതുവരെയാണ് ഈ പാർട്ട്. സോ അടുത്ത പാർട്ടിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.